വിവാദങ്ങൾ മീര ജാസ്മിന്റെ സിനിമാ കരിയറിനെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. മഞ്ജു വാര്യർക്ക് ശേഷം മലയാളികൾ നെഞ്ചിലേറ്റിയ അഭിനേത്രിയായിരുന്നു മീര. പ്രഗത്ഭരായ സംവിധായകർക്കൊപ്പം നിരവധി സിനിമകൾ, ദേശീയ, സംസ്ഥാന പുരസ്കാരങ്ങൾ, തമിഴിലും തെലുങ്കിലും ജനപ്രീതി തുടങ്ങി കരിയറിൽ മീര ജാസ്മിനെ അഭിമാനിക്കാൻ ഏറെയുണ്ട്. എന്നാൽ മീര ജാസ്മിൻ തന്നെ സിനിമാ ലോകത്തെ തന്റെ സ്ഥാനമില്ലാതാക്കിയെന്നാണ് ഒരു കാലത്ത് വന്ന സംസാരം. സംവിധായകൻ കമൽ മീരയ്ക്കെതിരെ ഒരിക്കൽ തുറന്നെഴുതിയിരുന്നു. സെറ്റിൽ നിന്നും ഇറങ്ങിപ്പോവുക, ഷൂട്ടിങ്ങുമായി സഹകരിക്കാതിരിക്കുക തുടങ്ങിയ ആരോപണങ്ങളാണ് മീരയ്ക്കെതിരെ അന്ന് വന്നത്. ഒരു ഘട്ടത്തിൽ മീരയെ സിനിമാ സംഘടനകൾ വിലക്കിയെന്ന വാർത്തകളും പുറത്തുവന്നു. 2008 2020 എന്ന സിനിമ റിലീസ് ചെയ്യുന്നത്. മോളിവുഡിലെ പ്രമുഖ താരങ്ങളെല്ലാം ഒന്നിച്ചെത്തിയ സൂപ്പർ ഹിറ്റ് സിനിമ. ഈ ചിത്രത്തിൽ നടി ഭാവനയുടെ റോളിലേക്ക് ആദ്യം പരിഗണിച്ചത് മീര ജാസ്മിനെയാണ്. എന്നാൽ മീരയ്ക്ക് ഈ സിനിമ ചെയ്യാനായില്ല. അന്ന് മീരയെ സംഘടനകൾ വിലക്കുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു. 2020 അഭിനയിക്കാൻ പറ്റാതെ പോയതിനെക്കുറിച്ച് ഒരിക്കൽ മീര ജാസ്മിൻ തുറന്നു സംസാരിച്ചിട്ടുണ്ട്. ഡേറ്റിന്റെ പ്രശ്നം കൊണ്ടാണ് തനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റാതെ പോയതെന്ന് അന്ന് മീര ജാസ്മിൻ വ്യക്തമാക്കി. മനോരമ ന്യൂസിൽ സംസാരിക്കുകയായിരുന്നു നടി. എനിക്ക് വിഷമമുണ്ട്. ദിലീപേട്ടൻ എൻ്റെ നല്ലൊരു സുഹൃത്താണ്. ദിലീപേട്ടൻ എല്ലാം സംഘടിപ്പിച്ച് ചെയ്ത ആ പ്രൊജക്റ്റ് എനിക്ക് ചെയ്യാനായില്ല. മനഃപൂർവ്വം ഞാൻ 2020 നിന്ന് മാറി നിൽക്കുകയാണെന്ന് എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു. ദിലീപേട്ടൻ ആദ്യം വിളിച്ച് ഡേറ്റ് ചോദിച്ചു. 2007 ആണെന്ന് തോന്നുന്നു. ആദ്യം ചോദിച്ച ഡേറ്റ് 3-4 മാസം നീണ്ടുപോയി. ആ സമയത്ത് ഒരു തെലുങ്ക് പ്രൊജക്റ്റ് വന്നു. അത് തീർക്കേണ്ട ഒരവസ്ഥ വന്നു. അവർക്ക് പെട്ടെന്ന് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരുടെ പ്രഷർ വരികയും ഇവിടെ ഡേറ്റ് കൺഫേമായി എന്നെ വിളിക്കുകയും ചെയ്തു. തീരെ പോകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. 2020 ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളുടെ ഡിപ്പെൻഡ് ചെയ്തുള്ള പ്രോജക്റ്റായിരുന്നു. എൻ്റെ ഡേറ്റും അവരുടെ ഡേറ്റും ഒരുമിച്ച് കിട്ടിയില്ല. സിനിമ ചെയ്യാനാകാഞ്ഞതിൽ തനിക്ക് വിഷമമുണ്ടെന്ന് മീര ജാസ്മിൻ അന്ന് പറഞ്ഞു. 2020ക്ക് ശേഷം മീര ജാസ്മിനെ മലയാളത്തിൽ സജീവമായി പ്രേക്ഷകർ കണ്ടില്ല. 2020 നടി നയൻതാര ഡാൻസ് നമ്പറുമായി എത്തിയതും വലിയ വാർത്തയായിരുന്നു. അന്ന് തമിഴിലും തെലുങ്കിലും താരറാണിയാണ് നയൻതാര. എന്നാൽ 2020ലേക്ക് ദിലീപ് വിളിച്ചപ്പോൾ തിരക്കുകൾ മാറ്റിവെച്ചെത്താൻ നയൻതാര തയ്യാറായി. 3 വർഷങ്ങൾക്ക് ശേഷം നയൻതാര അഭിനയിച്ച മലയാള സിനിമയാണ് 2020. അന്ന് കോടികൾ പ്രതിഫലം നയൻതാര 2020ൽ കുറഞ്ഞ പ്രതിഫലമാണ് വാങ്ങിയതെന്നും പ്രതിഫലമേ വാങ്ങിയില്ലെന്നും അഭ്യൂഹമുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ നയൻതാരയോ ദിലീപോ വ്യക്തത വരുത്തിയിട്ടില്ല.